കോട്ടയം മേലമ്പാറ സർവീസ് സഹകരണ ബാങ്കിൽ വായ്പയെടുത്തവർ പണം തിരിച്ചടയ്ക്കുന്നില്ലെന്ന് പരാതി. വായ്പാ തിരിച്ചടവ് മുടക്കിയതോടെ ബാങ്ക് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. അനധികൃതമായി വായ്പ നൽകിയതായും ആക്ഷേപമുണ്ട്. മുൻ ഭരണസമിതിയുടെ കാലത്തെ കെടുകാര്യസ്ഥതയാണ് ബാങ്കിന് തിരിച്ചടിയായതെന്നാണ് പരാതി. മീനച്ചിൽ താലൂക്കിന് കീഴിൽ തലപ്പലം പഞ്ചായത്തിലാണ് മേലമ്പാറ സർവീസ് സഹകരണ ബാങ്ക് ഉള്ളത്. കർഷകർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ബാങ്ക്. എന്നാൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി ഇവിടെ നിന്നും പുറത്തുവരുന്ന വാർത്തകൾ അത്ര ശുഭകരമല്ല. വൻകിടക്കാർക്ക് നൽകിയ ലോണുകൾ തിരിച്ചടയ്ക്കാൻ പലരും തയ്യാറാകാത്തത് ബാങ്കിന്റെ പ്രവർത്തനത്തെ തന്നെ ബാധിച്ചിട്ടുണ്ട്. നിക്ഷേപം നടത്തിയവർക്ക് തുക തിരികെ ലഭിക്കാത്ത അവസ്ഥ പോലും ഉണ്ടെന്നാണ് ആരോപണം. ആ കിട്ടാനുള്ള അവർക്കെല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ 5000 രൂപ മാത്രമേ ഇപ്പോൾ കൊടുക്കുന്നുള്ളൂ ബാങ്കിൽ. അതും ചിലപ്പോഴേ കിട്ടുന്നുള്ളൂ, എല്ലായ്പ്പോഴും ഒന്നും അത് കിട്ടത്തുമില്ല. മുൻ ഭരണസമിതിയാണ് ഇത്രയും എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ലോൺ കൊടുത്തതും അത് റീപേയ്മെന്റ് എടുക്കാതെ, അതായത് ലോൺ തിരിച്ചു പിടിക്കാതെ അല്ലെങ്കിൽ പലിശയോ ഇതിന്റെ കാര്യങ്ങളോ ഒന്നും കൊടുക്കാതെ അല്ലെങ്കിൽ മേടിക്കാതെ ഇത് കൊണ്ടു നടന്നുകൊണ്ടിരുന്നത്. വൻതുകകൾ നൽകിയിരിക്കുന്ന പല വായ്പകളും മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണെന്നും ആക്ഷേപമുണ്ട്. കൂടാതെ ലോണുകൾ തിരിച്ചു പിടിക്കാൻ മുൻ ഭരണസമിതി നടപടികൾ സ്വീകരിച്ചില്ലെന്നും നിക്ഷേപകർ ആരോപിക്കുന്നു. വൻ സാമ്പത്തിക മുതലാളിമാർക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇവർക്ക് നിരവധി പല പ്രസ്ഥാനങ്ങളുള്ളവരുമുണ്ട്. അവരതിനുശേഷം നിക്ഷേപകനെ വെല്ലുവിളിച്ചുകൊണ്ട് വിവിധ വാഹനങ്ങൾ എടുക്കുന്നു. അങ്ങനെ ആഡംബരമായിട്ട് അവർ ജീവിക്കുന്നു. പാവപ്പെട്ട ആൾക്കാർക്ക് ചോദിച്ചു കഴിഞ്ഞാൽ മരുന്ന് മേടിക്കാൻ പോലും അല്ലെ പിള്ളേരുടെ വിദ്യാഭ്യാസത്തിന് പോലും ഒന്നുമില്ല. കഴിഞ്ഞ ഓഡിറ്റിൽ 9,57,00,000 രൂപയുടെ നഷ്ടമുണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ ഭരണസമിതി തുക തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിലാണ്. മുൻകാലങ്ങളിലെ ഭരണസമിതി ഇതിന് ഈ തിരിച്ചുപിടിക്കാനായിട്ട് യാതൊരു കാര്യങ്ങളും ചെയ്തിട്ടില്ല. വൻകിടക്കാർ ആരും ഇതുവരെ പൈസ കാര്യമായിട്ട് തിരിച്ച് തരുന്നില്ല. തിരിച്ചു തരുന്നവരെല്ലാം പാവങ്ങളാണ്. ആ പൈസ കൊണ്ട് നമുക്ക് ദൈനംദിന കാര്യങ്ങൾ പോലും നേരെ ചൊവ്വേ കൊണ്ടുപോകാൻ പറ്റുന്നില്ല. വായ്പ നൽകിയതിൽ വിശദമായ അന്വേഷണം വേണമെന്നും ബാങ്കിനെ പിടിച്ചു നിർത്താൻ സർക്കാർ ഇടപെടൽ വേണമെന്നുമാണ് നിക്ഷേപകർ ആവശ്യപ്പെടുന്നത്. 24 കോട്ടയം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.